മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി മുംബൈ സ്വദേശികളുടെ പരാതി വരുന്നു. തങ്ങളുടെ വാഹനം വിളിച്ചില്ലെങ്കിൽ പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കുറച്ചുപേർ ഭീഷണിപ്പെടുത്തിയെന്നും അവരെ തടഞ്ഞു വെച്ചുവെന്നാണ് പരാതി. പരാതിയിൽ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികരണങ്ങൾ വരുന്നുണ്ട് അതിലേക്ക്. 5 to 6 men appeared. Apparently, they had been following us. These people, they started threatening our cab driver, telling him that he can't take us. Nobody asked us. We obviously didn't understand the language, but we understood the aggression in it and started feeling extremely unsafe. So obviously, as any other sane person would do in such a situation, we called the police, thinking that they would help us. They came. And they went straight to the union people. Not a single word to us. After a few minutes of chit-chat, they came to us and they told us that you have to go with the union people. You can't go with Uber or Ola. ആൽവിൻ തോമസ് വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട്. ആൽവിനെ, എന്തൊരു നാണക്കേടാണിത്. നമ്മുടെ നാട് കാണാൻ എത്തിയവരാണ് നമ്മുടെ നാടിനെ കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സ് മടുത്ത് ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പോലീസ് ഇടപെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിൽ? തീർച്ചയായും ചെയ്തു. വളരെ നാണക്കേടുണ്ടാക്കുന്ന, പ്രത്യേകിച്ച് മൂന്നാർ പോലുള്ള ഒരു ടൂറിസം കേന്ദ്രത്തിൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജാൻവി എന്ന മഹാരാഷ്ട്രയിലെ മുംബൈ സ്വദേശിയായ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന യുവതിയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 30-നാണ് ഇത്തരത്തിലൊരു ദുരനുഭവം അവർക്കുണ്ടാകുന്നത്. അവർ ആലപ്പുഴ, കൊച്ചിയിലൊക്കെ യാത്ര ചെയ്ത് ഓൺലൈൻ ടാക്സി വഴിയാണ് അവർ ബുക്ക് ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്തിരുന്നത്. അവർ അതിനുശേഷം മൂന്നാറിലേക്ക് എത്തുകയായിരുന്നു. മൂന്നാറിൻ്റെ കവാടം കൂടിയായ ഓൾഡ് മൂന്നാറിൻ്റെ സമീപത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വെച്ചാണ് ഏതാണ്ട് 5-6 പേർ തടഞ്ഞു നിർത്തി ടാക്സി, അതായത് ഓൺലൈൻ ടാക്സി വഴി സഞ്ചരിക്കാൻ കഴിയില്ല എന്നും മൂന്നാറിലുള്ള ടാക്സി തന്നെ ഉപയോഗിക്കണമെന്നുള്ള കാര്യം പറഞ്ഞത്. അവർ യൂണിയൻ നേതാക്കളാണ് എന്നുള്ളതാണ് അവർ സ്വയമേ പരിചയപ്പെടുത്തിയതെന്നും ഈ യുവതി ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയ വീഡിയോയിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ഗൗരവപരമായ സംഭവമാണ് ഇപ്പോൾ പോലീസ് എടുക്കുന്നത്. പോലീസ് സംഭവ സ്ഥലത്ത് അന്ന് എത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും പോലീസ് കൂടുതലായൊന്നും അതിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് യുവതിയുടെ ഒരു പരാതിയായി പറഞ്ഞിരുന്നത്. പിന്നീട് അവിടെ നിന്ന് യുവതിക്ക് ആ ഓൺലൈൻ ടാക്സിയിൽ നിന്ന് ഇറങ്ങി മൂന്നാറിലെ ഒരു ടാക്സി വിളിച്ച് പോകേണ്ടി വന്നു. ആ ടാക്സിയിൽ യാത്ര ചെയ്തത് വളരെ ഭയപ്പാടോട് കൂടിയാണ് എന്നുള്ളതാണ് യുവതി. ജാൻവി എന്ന യുവതിയാണ്. അവരൊരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് മുംബൈയിലെ. അവരാണ് ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം പങ്കിട്ടത്, അത്തരത്തിലുള്ള വീഡിയോ ഷെയർ ചെയ്തത്. ഇപ്പോൾ അതേ തുടർന്ന് മൂന്നാർ പോലീസ് സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. ഓക്കെ, വ്യക്തമാണ് ആൽവിൻ.